മകന് പരിചയമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അരുവിക്കര. പക്ഷേ അവിടെ ഇപ്പോൾ മകനെതിരായി മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എം വിജയകുമാറാണ്. അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിട്ടുള്ളയാളാണ്, MLA ആയിട്ടുള്ളയാളാണ്, സ്പീക്കറായിട്ടുള്ളയാളാണ്. ആ എതിർ സ്ഥാനാർത്ഥിയെ ടീച്ചർ എങ്ങനെയാണ്? ഈ എതിർ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് രണ്ട് തരത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ കാണാം. അതിന് വിജയകുമാർ സാറ് നമുക്ക് കാർത്തിക സാറിനോട് വളരെ സൗഹൃദമുള്ള, പിന്നെ വളരെ നന്നായിട്ട് പെരുമാറുന്ന വിജയകുമാർ സാറായാലും കലയായാലും നമ്മളോട് വലിയ സ്നേഹമുള്ള ഒരു കുടുംബമാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യമുള്ളത്, എനിക്ക് വലിയ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന വിജയകുമാർ സാറിന്റെ അമ്മയെ വിജയകുമാർ സാറ് കാണുന്നതിനേക്കാൾ കൂടുതൽ, കാരണം അദ്ദേഹം തിരുവനന്തപുരത്തല്ലേ. വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. മലയാളം ടീച്ചർ ആയതുകൊണ്ട് അതല്ല ഞാൻ പറഞ്ഞ അതല്ല. അങ്ങനെ ഇപ്പം വിജയകുമാർ സാറിന് അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എന്നും അവിടോട്ട് മണ്ഡലത്തിൽ അങ്ങോട്ട് പോയാലേ പറ്റൂ. കാർത്തിക സാർ എന്നും മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അമ്മയെ കണ്ട് സൗഹൃദം ഇതൊക്കെ അന്വേഷിച്ച് അമ്മയ്ക്ക് കാർത്തിക സാറിനെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നി ആ ഒരു സ്നേഹം കൊണ്ടും കൂടെ ഒക്കെ ആയിരിക്കും വിജയകുമാർ സാറ് ഞങ്ങളെ കാണും പറയാം. എൻ്റെ അമ്മയൊക്കെ പറയും GK കാണാറുണ്ടെന്ന്. അല്ലാതെ വിജയകുമാർ സാർ അങ്ങനെ അവഗണിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിലുള്ള വിജയകുമാർ സാറിന്റെ കുടുംബവുമായി യഥാർത്ഥത്തിൽ നല്ല ബന്ധമുണ്ടായിരുന്നത് ജി കാർത്തികേയനാണ്, വിജയകുമാറിനേക്കാൾ. വിജയകുമാറിനെ അങ്ങനെ ഞാൻ പറഞ്ഞുകൂടല്ല. വിജയകുമാർ സാറ് അതിൻ്റെ ബഹുമാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. ഞങ്ങളുടെ മകനെതിരായിട്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കുറച്ച് കാണാനൊന്നും കാർത്തികേയന്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നില്ല. ശക്തനായ ഒരു എതിരാളിയായിരിക്കും വിജയകുമാർ കരുതുന്നുണ്ടോ? പിന്നെ വിജയകുമാർ സാറിന്റെ സ്ട്രാറ്റജിയിലുള്ള ഒരാൾ ശക്തനല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ലേ. അദ്ദേഹം നല്ല എതിരാളിയാണ്. അദ്ദേഹത്തിന് നല്ല എതിരാളിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പൊക്കൽക്കൊടി ബന്ധമുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു എനിക്ക് പൊക്കൽക്കൊടി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പൊക്കൽക്കൊടി ബന്ധം വിജയകുമാർ സാറിനുള്ളപ്പോൾ അതിനേക്കാളും വലിയ ആത്മബന്ധം ജി കാർത്തികേയനുണ്ട്. പിന്നെ പൊക്കൽക്കൊടി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്, നോർത്തിൽ നിന്ന് കാർത്തികേയ സാറും വിജയകുമാർ സാറും ഒരുപോലെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ പൊക്കൽക്കൊടി ബന്ധം വേണം ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനൊന്നുമില്ല. നോർത്തിൽ നിന്ന് കാർത്തികേയ സാറും നിന്നിട്ടുണ്ട്, വിജയകുമാർ സാറും നിന്നിട്ടുണ്ട്. രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. അവിടെ പൊക്കൽക്കൊടി ബന്ധം ഇല്ലായിരുന്നു. അതൊരു പ്രവർത്തനത്തിന്റെ മികവോ ഒക്കെയാണ്. അതുകൊണ്ട് വിജയകുമാർ സാറ് നല്ല സ്ഥാനാർത്ഥിയാണ്, വാത്സല്യനിധിയാണ്. അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ എൻ്റെ മകനെ കണ്ടാൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും വിജയകുമാർ സാറ്. അത്രയ്ക്ക് വാത്സല്യം അവനോട്. അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി M വിജയകുമാർ അപവാദ പ്രചാരകനാണെന്ന് KS ശബരിനാഥന്റെ അമ്മ ഡോക്ടർ KS സുലേഖ. 87-ൽ വിജയകുമാർ ജയിച്ചത് അങ്ങനെയാണ്. UDF-കാരല്ലാത്തവരിൽ നിന്ന് വെള്ളം പോലും വാങ്ങി കുടിക്കരുതെന്ന് ശബരിനാഥനോട് പറഞ്ഞിട്ടുണ്ടെന്നും സുലേഖ പറഞ്ഞു. നിനക്കാരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ആ വെള്ളം തരുന്നത് ആരാണെന്ന് നോക്കിയേ മോൻ കുടിക്കാവൂ. നമ്മുടെ പാർട്ടിക്കാര്, നമ്മുടെ UDF-കാരാണെങ്കിലേ നീ കുടിക്കാവൂ. നിനക്കറിയാത്തവരാണെങ്കിൽ നീ കുടിക്കരുത്. കാരണം എന്റെ മുൻപിൽ ഒരു അനുഭവമുണ്ട്. 1987 സ്വപ്നം കാണാത്ത കാര്യങ്ങൾ, കാർത്തികേയൻ എന്ന വ്യക്തിയോ കാർത്തികേയന്റെ കുടുംബക്കാരോ സ്വപ്നം കാണാത്ത കാര്യങ്ങള് തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തില് വിജയകുമാർ സാറിന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട് ഞങ്ങളെ, എന്റെ കുടുംബത്തെയും എന്റെ ഭർത്താവിനെയും എന്നെയും വരെ താറടിക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങള് നടത്തിയതിന്റെ ഒരു ഞെട്ടല് ഇപ്പൊ എനിക്കുണ്ടായി.